ഇന്ന് നമ്മൾ റെഡിയായി പോകുന്നത് ഓച്ചിറ അമ്പലത്തിലോട്ടാണ്. അവിടെ വൃശ്ചിക മഹോത്സവം നടക്കുകയാണ്. നമ്മളിപ്പോ 12-ാം വിളക്കിന് അന്നാണ് പോയത്. അന്ന് ശരിക്കും ജനങ്ങളായിരുന്നു അവിടെ. ഈ കാണുന്ന റൈഡാണ് പുതിയതായിട്ട് അവിടെ വന്നത്. ഇതിൽ കയറണോ വേണ്ടായോ എന്നാണ് അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ 3 പേരും. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം പോയപ്പോൾ ഈ തൊട്ടിലിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് ഇതിനകത്തൊക്കെ കയറുന്നതിന്. പക്ഷെ കയറാൻ ഭയങ്കര സാമർത്ഥ്യം. പക്ഷേ ഈ വട്ടം കയറിയപ്പോൾ ഞാൻ നല്ല കുട്ടിയായിരുന്നു, അധികം അലറിയതൊന്നുമില്ല. ഞാൻ എൻജോയ് ചെയ്ത് കണ്ണ് തുറന്ന് ഞാൻ ഇതെല്ലാം കണ്ടു. സാധാരണ ഞാൻ ഏത് റൈഡിൽ കയറിയാലും കണ്ണടച്ചിരുന്നിട്ട് അത് നിർത്തുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. അതുവരെ ഞാൻ തുറക്കത്തില്ല എന്ത് പറഞ്ഞാലും. വിപ്പിയുടെ ജോലി ഇത് ആടുന്നുണ്ടോ കുലുങ്ങുന്നുണ്ടോ ഇതിനെന്തെങ്കിലും ഊട്ടയുണ്ടോ ദ്വാരം ഉണ്ടോ എന്നൊക്കെ നോക്കലായി. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഗെയിം കളിക്കാനാണ്. ഇതെന്തോ ബോൾ എറിഞ്ഞ് നമ്മൾ ആ സംഖ്യക്കകത്ത് വീഴ്ത്തിയിട്ട് 18-ന് മുകളിലോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓരോ പ്രൈസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് 12-ാം വിളക്കിന് പോയ കഥയിലോട്ട് വരാം. നമ്മൾ ഏതാണ്ട് 10:30 കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് 10:45 11 മണിയൊക്കെ ആയി. എന്നിട്ടും നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഒത്തിരി കടകൾ കാണുമ്പോൾ വിശപ്പ് വരുമല്ലോ. അങ്ങനെ നമ്മൾ ഒരു കോൺ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇത്രയും വാരി തേച്ചപ്പോൾ ഇത്രയും എരിയെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ചുണ്ടൊക്കെ എരിഞ്ഞ് പണ്ടാരം അടങ്ങിപ്പോയി. ഈ കാറിൻ്റെ സംഭവം ഒട്ടുമിക്ക എല്ലാ ബോയ്സിനും നല്ല ക്രേസ് ആണല്ലേ. അതുപോലെ തന്നെ എൻ്റെ വിപ്പിക്കും ഇത് നല്ല ക്രേസാണ്. പക്ഷേ ഇത് വല്ലാത്തൊരു ക്രേസായി പോയെന്ന് എനിക്ക് പിന്നാണ് ബോധ്യപ്പെട്ടത്. ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ കാലും വേദനിച്ച് അവസാനം ഒരു വണ്ടി എടുത്തു. അതിനുശേഷം നമ്മളിതാ ഉപ്പിലിട്ട നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ. 30 രൂപ എങ്ങാണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നത്. കണ്ടപ്പോഴേ വായിന്നങ്ങ് വെള്ളം വരുമായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കും. നമ്മുടെ അമ്പലത്തിൽ ആമ്പലം നിൽക്കുന്ന കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. പിന്നെ ഞാൻ വരുന്നില്ലേ നെല്ലിക്കയും തിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ കുറെ ചട്ടികൾ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ നല്ല വിലയായിട്ട് അത് അവിടെ തന്നെ വെച്ചു. അതിന് ശേഷം നമ്മളതാണ് ഒരു 5 ഗ്ലാസ് എടുത്തു. 5 ഗ്ലാസ്സിന് 100 രൂപ എങ്ങാണ്ടായിരുന്നു. വിപ്പിയാണ് ഗ്ലാസ് ഒക്കെ നോക്കി തരുന്നത്. അതാവുമ്പോൾ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവൻ്റെ തലയിലോട്ട് അങ്ങ് ഇടാമല്ലോ. അതിനുശേഷം നമ്മൾ പോയി നല്ല ബെജ്ജി കഴിച്ചു. നല്ല ചൂട് കോളിഫ്ലവർ ആയിരുന്നു കേട്ടോ, വായൊക്കെ പൊള്ളി. അതിനുശേഷം പിന്നെയും കാറിൻ്റെ കട കണ്ടപ്പോൾ അങ്ങോട്ടൊരു വലിവ് ഞാൻ പിടിച്ച് ഇനി എനിക്ക് വയ്യ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ. അങ്ങനെ ലാസ്റ്റ് ഒരു നാരങ്ങാവെള്ളവും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി.